بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 76-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു വച്ചത്. അല്ലദീന ആമനു യുഖാത്തിലൂന ഫീ സബീലില്ലാഹ്. അല്ലദീന ആമനു, വിശ്വാസികൾ, യുഖാത്തിലൂന, അവർ യുദ്ധം ചെയ്യുന്നത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രീതി, അവൻ്റെ പൊരുത്തം, മരണാനന്തര വിജയം, സ്വർഗം, രക്തസാക്ഷിത്വം, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ അടരാടുന്നതും യുദ്ധം ചെയ്യുന്നതും. എന്നാൽ വല്ലദീന കഫറു, അവിശ്വാസികളാകട്ടെ, സത്യനിഷേധികളാകട്ടെ, യുഖാത്തിലൂന ഫീ സബീലി താഗൂത്ത്, അവർ താഗൂത്തിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ ശക്തികളും, ദൈവേതര ശക്തികൾ, ദുർമൂർത്തികൾ എന്ന് നമ്മൾ പറഞ്ഞു. മലയാളത്തിൽ നമ്മളത് ദുർമൂർത്തികൾ എന്നാണ് പറയുന്നത്. അപ്പം അള്ളാഹു അല്ലാത്ത ആരൊക്കെ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ടോ, വിളിച്ചു തേടപ്പെടുന്നുണ്ടോ, ഇബാദത്ത് നിർവഹിക്കപ്പെടുന്നുണ്ടോ, അവരൊക്കെ ഏത് ഗണത്തിൽ പെടുന്നു? താഗൂത്ത് എന്ന ആ വിശേഷണത്തിൽ പെടുന്നു എന്നതാണ്.
രണ്ട് വിഭാഗത്തെ അള്ളാഹുവിടെ നമുക്ക് പരിചയപ്പെടുത്തുക. ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ. മറ്റേത് താഗൂത്തിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ. അവ രണ്ടും തീർച്ചയായും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാണ്, വ്യത്യസ്തമായ ചേരികളാണ്. ഒന്ന് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. മറ്റേതോ അവർക്ക് പല ബഹുമുഖ പദ്ധതികളാണ് അവരുടെ യുദ്ധം കൊണ്ടുള്ളത്. അധികവും അതിൽ ദുന്യവിയായ ആഗ്രഹങ്ങളും നേട്ടങ്ങളുമാണ്. തങ്ങളുടെ അധികാരം, തങ്ങളുടെ സ്വാധീനം, തങ്ങളുടെ ആധിപത്യം, അതൊക്കെ ഇവിടെ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ മരണത്തെ പേടിക്കുന്ന ആൾക്കാരുമാണ്. കാരണം ദുനിയാവിൻ്റെ ലക്ഷ്യം നേട്ടം ആഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ മരിച്ചാൽ പിന്നെ നേടാൻ കഴിയില്ല. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോഴും അവരുടെ ആഗ്രഹം എന്താണ്? മരിക്കരുത്, മുറിവേൽക്കരുത്, ദുനിയാവ് കിട്ടണം, മറ്റുള്ളവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ സ്വത്ത് കൂടി എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം, നേടിയെടുക്കണം എന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖാതിലു ഔലിയാ അശ്ശൈത്വാൻ, അതുകൊണ്ട് നിങ്ങൾ പിശാചിൻ്റെ മിത്രങ്ങളുമായി യുദ്ധത്തിലേർപ്പെടണം. ഫഖാതിലു, അതിനാൽ നിങ്ങൾ യുദ്ധത്തിലേർപ്പെടണം. ആരുമായി? ഔലിയാ അശ്ശൈത്വാൻ, ഷെയ്ത്താൻ്റെ ഔലിയാക്കളുമായി. അതാണ് ഷെയ്ത്താൻ്റെ ഔലിയാക്കളെ താഗൂത്തിനെ ആരാധിക്കുന്നവരും അതേപോലെ തന്നെ അതിനു വേണ്ടി നിലകൊള്ളുന്നവരുമായ ആളുകളാണ് ഔലിയാ ഷെയ്ത്താൻ. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ, നിശ്ചയമായും ഈ പിശാചിൻ്റെ കൈദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കൈദ്? കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് ആര്? പിശാച്. എന്നാൽ അത് വലിയ ശക്തിയുള്ള കുതന്ത്രമാണോ അവൻ്റേത്? അല്ലാഹ് തന്നെ പറയാണ്, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ, നിശ്ചയം പിശാചിൻ്റെ കുതന്ത്രം ദുർബലമായതാകുന്നു, ലഈഫായതാകുന്നു. ആ പിശാച് നമ്മുടെ ജന്മശത്രുവാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇന്ന ശൈത്വാന ലക്കും അദുവ്, നിശ്ചയം പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ആരുടെ ശത്രു? മനുഷ്യന്മാരുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണം. ഒരിക്കലും അവൻ ആരാക്കരുത്? മിത്രമാക്കരുത്. ഫത്തഖിദൂഹു അദുവ, പിശാചിനെ നിങ്ങളുടെ ശത്രുവാണ് എന്ന ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും അവനെ മിത്രമാക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞു ഔലിയാ ശൈത്വാൻ, പിശാചിൻ്റെ മിത്രങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളാരാണ്? അല്ലദീന ആമനു, പിശാചിൻ്റെ ശത്രുക്കളാണ് നമ്മൾ. പിശാച് നമുക്കും ശത്രുക്കളാണ്. എന്നാൽ അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളോ അവർ പിശാചിൻ്റെ മിത്രങ്ങളായ ആളുകളാകുന്നു. പിശാചിൻ്റെ തന്ത്രമാകട്ടെ, അവന് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറ്റിക്കൊണ്ടിരിക്കും. അത് ദുർബലമായതാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ഏത് തന്ത്രങ്ങളും ദുർബലമാണ്. ഈ പിശാചിനെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ മേൽ എനിക്ക് യാതൊരു സ്വാധീനമില്ല, കഴിവുമില്ല, അധികാരമില്ല. അപ്പം നമ്മൾ പിശാചും നമ്മളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമ്മെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ഒരു കഴിവും ആർക്കില്ല? പിശാചിന്. ഖുർആൻ്റെയും ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദൃശ്യമായ ജീവിയാണ് ആര്? ശൈത്താൻ, പിശാച് എന്ന് പറയും. നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. പിശാചിനെ, ശൈത്താനെ, ജിന്നിനെയൊക്കെ കണ്ടോലുണ്ടോ? ഈ ജിന്ന് പറഞ്ഞാൽ ശൈത്താനല്ലെന്നാണ്. ജിന്ന് ആരിൽപ്പെട്ടാണ്? ശൈത്താനിൽപ്പെട്ടാണ്. സൂറ കഹ്ഫിൽ പറയുന്നുണ്ട്. അവരൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ അവർ നമ്മളെ കാണുന്നുണ്ട്. ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, അവനും അവൻ്റെ മറ്റ് എല്ലാ വിഭാഗങ്ങളും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ ഒരിക്കലും കാണാൻ
കഴിയുകയില്ല. അവരെ പിശാചിനെ നമ്മളൊക്കെ സൃഷ്ടിച്ച അല്ലാഹ് പറയാണ് നിങ്ങൾക്ക് പോലെ കാണാൻ കഴിയില്ല. പിന്നെ ആരെങ്കിലും വന്നിട്ട് ഞാൻ ഇങ്ങനെ ജിന്നിനെ കണ്ട് അല്ലെങ്കിൽ ശൈത്താനെ കണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആര് പറഞ്ഞതിനെതിരെ പറയണേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെതിരാണ്. എത്ര വലിയ കോജ എന്ന് പറഞ്ഞാലും അല്ലാഹ് പറഞ്ഞതിനെതിരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? ആ കാര്യത്തിൽ യാതൊന്നും വിശ്വസിക്കേണ്ടതില്ല. അപ്പോൾ നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കാൻ ആർക്ക് കഴിയില്ല? പിശാചിന്. നമുക്ക് രോഗം ഉണ്ടാക്കാൻ പിശാചിന് കഴിയും. രോഗം ഉണ്ടാക്കാൻ പിശാചിന് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരം വെളുത്ത ഉടനെ തന്നെ ലൂസ് മോഷൻ തുടങ്ങും. അത് അവിടെ വരുന്നുണ്ട്. ഇല്ല പറയട്ടെ, രോഗം ഉണ്ടാക്കാൻ എന്ത് പിശാചിന് കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ അദ്വ, പിശാചി രോഗം പരത്തുകയില്ല. പിശാചി രോഗം പരത്തൂല. എന്നാൽ നബി ഈ പറയുന്ന കാലത്തും അതിൻ്റെ മുമ്പ് ജാഹിലിയ കാലത്തും ഈ അത്യന്താധുനിക AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത്, ഈ കാലത്തും പിശാചി രോഗം പരത്തുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് മനുഷ്യന്മാർക്ക്. പിശാചാണ് രോഗം പരത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിശാചി രോഗം പരത്തുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും. അള്ളാഹുവിൽ നിന്നും പിടുത്തം വിട്ട് ശിർക്ക്പരമായ വിശ്വാസങ്ങളിലേക്ക് പോകും. അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികളിലേക്കും മനുഷ്യൻ പോകും. അന്ധവിശ്വാസത്താൽ പ്രചോദിതമായ ചികിത്സാ രീതികൾ ചെയ്താൽ ശിഫ കിട്ടുമോ? ഇല്ല. രോഗശമനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അപകടം ഉണ്ടാവും, ദാരുണമായ അന്ത്യങ്ങളുണ്ടാകും, മരണം സംഭവിക്കും. ഗർഭിണികളായ സ്ത്രീകളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം, കണ്ടില്ല നിങ്ങൾ? അപ്പോൾ അതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചിന് നമുക്ക് രോഗം വരുത്താൻ കഴിയില്ല. നമ്മുടെ മേൽ മറ്റ് യാതൊരു അധികാരവും ഇല്ല എന്ന് ആരാ പറയുന്നത്? പിശാച് എന്ന് പറയും. സൂറ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. മനുഷ്യന്മാരെ, നിങ്ങളുടെ മേൽ എനിക്കൊരു സുൽത്താനുമില്ല, ഒരധികാരവുമില്ല, ഒരു കഴിവുമില്ല. എന്ത് കഴിവാണുള്ളതെന്ന് ഖുർആൻ അവസാനം പറയുന്നുണ്ട്. സൂറത്തുന്നാസില്ലേ, സൂറത്തുന്നാസിൽ നമ്മുടെ മേൽ പിശാചിന് അള്ളാഹ് കൊടുത്ത കഴിവെന്താണ്? അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ് പറയാണ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്നവനായ ഖന്നാസ്. അവനിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടിക്കൊള്ളൂ, ശരണം തേടിക്കൊള്ളൂ, ഇസ്തിആദത്ത് നടത്തിക്കൊള്ളൂ എന്ന സൂറത്തുന്നാസിൻ്റെ അതിൻ്റെ മെയിൻ തീം അതുതന്നെയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കാൻ മാത്രമേ പിശാചിന് കഴിയുള്ളൂ. പിശാച് തന്നെ പറയാണ്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. നിങ്ങളുടെ മേലെ എനിക്കൊരു കഴിവുമില്ല, ഒരു ആധിപത്യമില്ല, ഒരു അധികാരമില്ല. ഉള്ളതെന്താണ്? ഇല്ലാ അൻ ദഅഉതുകും. ഞാൻ നിങ്ങളെ എൻ്റെ വഴിയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും, വിളിക്കും, ദുർമന്ത്രങ്ങളിലൂടെ, ദുർബോധനങ്ങളിലൂടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്തജബ്തും ലീ. നിങ്ങളെനിക്ക് ഉത്തരം നൽകും. അങ്ങനെ ഞങ്ങൾ വഴിപിഴക്കുന്നത്. നിങ്ങളെ വഴിപിഴപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ വിളിച്ചു നോക്കും, നിങ്ങളിങ്ങനെ പോരും. എത്ര കൂളായിട്ടാണ് പോരുന്നു. പിശാച് വിളിച്ചാൽ മനുഷ്യനാണ് പോരുകയാണ്. അതുകൊണ്ട് ഫലാ തലൂമൂനി, മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. ഞാൻ വിളിച്ചപ്പോൾ വന്നിട്ടല്ലേ, അതിന് ഇന്നെ ആക്ഷേപിക്കണോ? വന്നതാരാ? നിങ്ങളല്ലേ. വലൂമു അൻഫുസക്കും. അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക എന്ന് പിശാച് പരലോകത്ത് അവസാനം പറയുന്ന രംഗാണ് സൂറ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചത്. പിന്നെന്താണോ? ഒരു കഴിവുമില്ല, ഒരു അധികാരമില്ല, കൈത് ശൈത്താനുൽ ലഈഫ എന്ന് പറഞ്ഞില്ലേ? എത്ര ദുർബലമാണ് പിശാചിൻ്റെ കുതന്ത്രം. അള്ളാനെ ഓർക്കുന്നതോടുകൂടി അവൻ അവിടുന്ന് എന്ത് ചെയ്യും? പോകും.
അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. സൂറ അറാഫിലെ 201 ആയത്ത്. അറാഫ്. അല്ലദീന തഖൗ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, ഇനി ശൈത്താനിൻ്റെ വല്ല ദുർബോധനവും അവർക്ക് ബാധിച്ചാൽ തന്നെ, എല്ലാവരുടെ അടുത്തും ആര് ചെല്ലും? പിശാച് ചെല്ലും. അങ്ങനെ പിശാചിൻ്റെ വസ്വാസിലകപ്പെട്ട് വല്ലതും അവർക്ക് പ്രയാസമുണ്ടായാൽ തദക്കറൂ, അവർ ഉടനെ അള്ളാഹുവിനെ ഓർക്കും. ഫഇദാഹും മുബ്സിറൂൻ, അപ്പോഴതാ അവർ ഉൾക്കാഴ്ചയുള്ളവരായിത്തീരുന്നു. ഖുർആൻ പറയും. ഇനി അങ്ങനെ എന്തെങ്കിലും വസ്വാസ് മനസ്സിലുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവരെ പരിസരത്തൊന്നും കാണൂല. പിന്നെ അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ, നിശ്ചയമായും പിശാചിൻ്റെ ഈ കുതന്ത്രം വളരെ ദുർബലമാണ് മനുഷ്യന്മാരെ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. തുടർന്ന് അല്ലാഹു പറയുന്നു സൂറ ഇസ്രായിലെ 65 ആയത്തിൽ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ അടിമകൾ, നിനക്കൊരിക്കലും അവരുടെ മേലെ യാതൊരു അധികാരവും കഴിവുമില്ല. അവിടെ മനസ്സെന്താ? വകഫാ ബിറബ്ബിക വകീല, അതുകൊണ്ട് നിന്റെ രക്ഷകനായി, നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവനായി നിനക്കാര് തന്നെ മതി? നിന്റെ റബ്ബ് തന്നെ മതി. ക്ലിയറാണല്ലോ? പിശാചിൻ്റെ കൈത് ദുർബലമാണെന്ന് പറഞ്ഞ ഈ ആയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് വിശദീകരിക്കാൻ കഴിയും. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ, നിശ്ചയമായും പിശാചിൻ്റെ കുതന്ത്രം ദുർബലമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇനി നോക്കൂ, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫൂ ഐദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സക്കാ. അലം തറ, നീ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഇലല്ലദീന, ഒരു വിഭാഗം ആളുകളെക്കുറിച്ച്, ഖീല ലഹും, അവരോട് പറയപ്പെട്ടിരുന്നു, കുഫൂ ഐദിയകും, നിങ്ങളുടെ കരങ്ങളെല്ലാം തന്നെ നിങ്ങൾ അടക്കി വെക്കണം. കഫ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കി വെച്ചു. ഇവിടെ അടക്കി വെക്കുക, കൈകൾ അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാതെ, യുദ്ധത്തിന് പോകാതെ നിങ്ങൾ നിങ്ങളുടെ കൈകളെല്ലാം തന്നെ അടക്കി വെക്കണമെന്ന് പറയപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എന്തായിരുന്നു അവരോട് പറയപ്പെട്ടിരുന്നത്? യുദ്ധമൊന്നും ചെയ്യേണ്ടപ്പോൾ നിങ്ങൾ വഅഖീമുസ്സലാ, നമസ്കാരം മുറപ്രകാരം നിങ്ങൾ അനുഷ്ഠിക്കണം. വആതുസ് സക്കാ, കൃത്യമായി സക്കാത്ത് നിങ്ങൾ നൽകണം. അപ്പോൾ നമസ്കാരം മുറപ്രകാരം കൃത്യമായി അനുഷ്ഠിച്ച് സമ്പത്തിന് കൃത്യമായി സക്കാത്ത് കൊടുത്ത് നിങ്ങൾ ആത്മശുദ്ധീകരണവും സമ്പത്തിൻ്റെ ശുദ്ധീകരണവും ഒക്കെ നിർവഹിച്ച് ജീവിത വിശുദ്ധിയുള്ളവരായി കഴിഞ്ഞുകൂടണമെന്ന് പറയപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ഈ പറഞ്ഞ എന്താണെന്നോ, ആദ്യകാലത്ത് യുദ്ധം ഒരിക്കലും നിയമമാക്കപ്പെട്ടിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്? യുദ്ധത്തിൻ്റെ കൽപ്പന വന്നോ? ഇല്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമൂ എന്ന ആയത്ത് അവതരിച്ചത് മദീന ജീവിത കാലഘട്ടത്തിൽ. അപ്പോൾ അത്ര കാലവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ ആത്മവിശുദ്ധി വരുത്തിക്കൊണ്ട് കൃത്യമായ നമസ്കാരവും, അവിടെയും സക്കാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തിരുന്നു? സ്വതക്കകളും ധർമ്മങ്ങളും ഒക്കെ ധാരാളമായി കൊടുത്തിരുന്നു. പാവങ്ങളെ സംരക്ഷിക്കണം, അനാഥകളെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ കൂടുതലായി ഇറങ്ങുന്നത് എപ്പോഴാണ്?
മക്ക ജീവിത കാലഘട്ടത്തിൽ. മദീനയിലെത്തിയപ്പോൾ അതൊക്കെ സക്കാത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായി അതിൻ്റെ അവകാശികൾ ആരാണ്, എങ്ങനെയൊക്കെയാണ് അത് നിർവഹിക്കേണ്ടത് എന്നൊക്കെയുള്ള നിയമ നിർദ്ദേശങ്ങളൊക്കെ മദീന ജീവിത കാലഘട്ടത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഒക്കെ അല്ലേ, ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീന്മാരെ അവർക്ക് ഭക്ഷണം നൽകുക, അതേപോലെ തന്നെ അനാഥകളെ സംരക്ഷിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അതാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞു കൂടിയിരുന്നവർ പിന്നെ മദീനയിലേക്ക് വന്നു. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടീമിനോട് കൈയും കെട്ടി നിന്നിട്ട് ഞങ്ങളെ നശിപ്പിച്ചോളി ഇറങ്ങി നിൽക്കാൻ വേണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്തത്? ആക്രമണമല്ല, ശരിക്ക് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് എന്ത് ചെയ്യുക, പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇസ്ലാമിൽ യുദ്ധം നിയമമാക്കിയിട്ടുള്ളത്. അതാണ് അല്ലാഹ് പറയുന്നത്, ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ. അങ്ങനെ ആദ്യം ഈ കാലഘട്ടം ഇങ്ങനെയുള്ളൊരു നിയമമായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. അങ്ങനെയുള്ള ജനവിഭാഗത്തിന് യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ, കുത്തിബ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമാക്കപ്പെട്ടു, നിയമമാക്കപ്പെട്ടു അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം, നമ്മൾ പഠിച്ചില്ലേ? കുത്തിബ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടു, നിയമമാക്കപ്പെട്ടു. ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാൽ. ഇങ്ങനെയുള്ള ഈ വിഭാഗത്തിന് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, നിയമമാക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നു? ഇദാ ഫരീഖും മിൻഹും യഖ്ശൗനൻ നാസ ഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ. അവരിൽ നിന്നും ഒരു വിഭാഗം, അതാ ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു വിഭാഗം, യഖ്ശൗനൻ നാസ ജനങ്ങളെ പേടിക്കണം. ഞങ്ങളിപ്പോൾ ഇനി യുദ്ധത്തിന് പോകും. അപ്പോൾ ദുർബല വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ വേണ്ടി പേടിക്കുകയും മടിക്കുകയും അവർ പിൻവലിയുകയും ചെയ്തു. അവർ സന്നദ്ധത കാണിച്ചിട്ടില്ല. അവർ ജനങ്ങളെ പേടിച്ചു. ഏതുപോലെ നോക്കുക, ഖശിയത്തിൽ അള്ളാഹിനെ പേടിക്കണതേപോലെ, അല്ലെങ്കിൽ ഔ അശദ്ദ ഖശിയ, അതിനേക്കാൾ കൂടുതൽ, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരായിരുന്നു? ജനങ്ങളെയായിരുന്നു, ശത്രുക്കളെയായിരുന്നു. അവർ നമ്മളാകെ വിഴുങ്ങിക്കളയുമോ ഇല്ലാതാക്കുമോ എന്നൊക്കെയുള്ള പേടി അവർക്കുണ്ടായി. ഇത് ദുർബല വിശ്വാസികളെ കുറിച്ചാണ് ഈ പറഞ്ഞു കേട്ടോ. അവരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നബിയേ എന്ന്. അലം തറ ഇലല്ലദീന ഖീല ലഹും, ഇങ്ങനെ പറയപ്പെട്ട ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല വഖാലു, അവരിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ദുർബല വിശ്വാസികളും പ്രാർത്ഥിക്കുന്നത് ആരോട് തന്നെയാണ്? ആരോട് തന്നെയാണ്? അല്ലാഹ് അതവിടെ പറയുന്നു. ആ വിശ്വാസികളാണെങ്കിലും കുറച്ചൊക്കെ ഈമാനിലൊരു പ്രാർത്ഥന ഒന്നും ആരോട് തന്നെയാണ്? അള്ളാഹിനോടാണ്. പ്രാർത്ഥന വഴി വിട്ടു പോകുന്നില്ല. വഖാലു, അവർ പ്രാർത്ഥിച്ചു, അവർ പറഞ്ഞു, റബ്ബനാ ലിമ കതബ്ത അലൈനൽ ഖിതാൽ, ഞങ്ങളുടെ നാഥാ രക്ഷിതാവേ, ഇപ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് നീ യുദ്ധം നിർബന്ധമാക്കിയത്? ഈ നേരത്തെ വേണ്ടില്ലായിരുന്നു. ശത്രുക്കൾ ഇങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങളും സന്നാഹങ്ങളും പടക്കോപ്പുകളുമായി വരുമ്പോൾ എന്തിനാ റബ്ബേ ഇപ്പോൾ യുദ്ധം നിർബന്ധമാക്കിയത് ചോദിക്കാൻ വേണ്ടത്? എന്ത് ചെയ്യണം? അവരെ നേരിടണം. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ലിമ കതബ്ത അലൈനൽ ഖിതാൽ. പിന്നെ പറയുന്നത് എന്താണോ? ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്, അടുത്തൊരു സമയത്തേക്ക് നീ ഇതൊന്ന് പിന്തിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അവിടേക്ക് മോഹങ്ങൾ എന്തായി മാറി? എന്ത് മോഹമായി? ദുനിയാവിൻ്റെ മോഹമായി, ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളായി, ഇവിടുത്തെ ഒരുപാട് താല്പര്യങ്ങളായി മാറി. എന്നും ആരോടൊരു പറയണേ? പഠിച്ചോനെ ഇപ്പം വേണ്ടില്ലായിരുന്നു റബ്ബേ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഖുൽ, അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്താണ് നബി? പറയുക, ഖുൽ
മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിൻ്റെ വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ദുനിയാവിനെ മോഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇവിടെ നിൽക്കേണ്ടതില്ല. അത് വളരെ കുറച്ചുള്ളൂ. ഖലീൽ എന്ന് പറഞ്ഞാൽ എത്രയാ? കുറച്ച്. മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ. ആഖിറത്താണെങ്കിലോ, മരണാനന്തര ജീവിതമാണെങ്കിൽ ഖൈറുൻ, അതാണ് ഏറ്റവും ഗുണകരം, ഏറ്റവും നന്മ നിറഞ്ഞത്. ആർക്ക്? ലിമൻ ഇത്തഖാ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, തഖ്വയുള്ളവർക്ക് ഏറ്റവും ഖൈറെന്താണ്? നമ്മൾ ഓതുന്നില്ലേ, വലൽ ആഖിറതു ഖൈറും വ അബ്ഖാ, വലൽ ആഖിറതു ഖൈറും വ അബ്ഖാ, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. അപ്പോൾ ആഖിറത്ത് തന്നെയാണ് നന്മ നിറഞ്ഞത്, ഗുണകരമായിട്ടുള്ളത്. ഈ ദുനിയാവിനേക്കാൾ ദുനിയാവിനെ നന്മ നിറഞ്ഞത് അത് തന്നെയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും വലാ തുദ്ലമൂന ഫതീലാ, നിങ്ങൾ ഒരു അണുത്തൂക്കം പോലും അനീതിക്ക് വിധേയരാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വലാ തുദ്ലമൂൻ, അല്ലാഹ് നമ്മളോട് അനീതി ചെയ്യോ? ഇല്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹുവിൻ്റെ ദാസന്മാരോട് ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ലാര്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നീതിമാനാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, മിസ്ഖാല ദർറത്താണ് നിങ്ങൾ നന്മ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, നഷ്ടപ്പെടുകയില്ല. ഖൈറാണെങ്കിൽ, ഷെറാണെങ്കിലോ മിസ്ഖാല ദർറത്താന്ന് കരുതിയിട്ട് ഷെർ ഒഴിവാക്കും. അത് ഒരു പൊടിയോളല്ലേ ഉള്ളൂ, പൊടി എന്ന് പറയില്ല നമ്മൾ, അതൊരു പൊടിയോളല്ലേ ഉള്ളൂ, ഒഴിവാക്കുക അല്ല. തിന്മയാണെങ്കിലും അതിനും കിട്ടും, നന്മയാണെങ്കിലും അതിനും കിട്ടും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാമയനാണ്, പൊറുക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. രണ്ടും മനസ്സിലാക്കണം. പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നാണ്. എൻ്റെ റബ്ബ് ഗഫൂറുമാണ്, റഹീമുമാണ്, പാപങ്ങളൊക്കെ പുറത്തു തരും, നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തരും. അതേപോലെ തന്നെ അല്ലാഹുവാണ്, അവന് വഅന്ന അദാബി, എൻ്റെ ശിക്ഷ ഉണ്ടല്ലോ, ഹുവൽ അദാബുൽ അലീം, വേദനാജനകമായ ശിക്ഷയാണ്. അല്ലാഹ് ശിക്ഷിക്കും ചെയ്യും നിങ്ങളെ തിന്മ ചെയ്താൽ. അതും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. വലാ തുദ്ലമൂന ഫതീല. ഫതീൽ പറഞ്ഞാൽ ഒരു തരിമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പൊടിയോളം, അത് അത്ര വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫതീലിൻ്റെ ശരിക്കുള്ള അർത്ഥം അൽ ഫതീലു മാ യകൂനു ഫി ഷഖ്ഖി നുവാത്തി തംരി മിസ്ലൽ ഖൈത്ത് എന്നാണ്. ഈ കാരക്കക്കുരു ഇല്ലേ, കാരക്കക്കുരുവിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ചാലുണ്ടാവും. ആ ചാലിൽ നൂല് പോലെ വെളുത്തൊരു സാധനം ഉണ്ടാവും. അതിനാണ് എന്താ പറയുക അറബിയിൽ? ഫതീൽ. ചോദിച്ചാൽ അത്ര നിസ്സാരമാണ് എന്നുള്ളത് ഇവർക്ക് പോലും ഇപ്പോഴും തിന്നുന്ന സാധനമാണ് എന്ത്? ഈത്തപ്പഴം. നഖീർ എന്ന് പറഞ്ഞാൽ ഫതീൽ പോലെ തന്നെ നഖീർ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നഖീർ എന്ന് പറഞ്ഞാൽ കാരക്കക്കുരുവിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിന്നെ ചെറിയ ദ്വാരം ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്കണം. ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് അറബികളെ, നമ്മളിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതൊക്കെ ഖുർആൻ എടുത്ത് പറയുന്നത്. അത്ര ഒരു ചെറിയ ദ്വാരം ഉണ്ടല്ലേ, അവിടെ ഒരു ദ്വാരം ഉണ്ടാവും. അത്ര പോലും അല്ലാഹു നിങ്ങളോട് എന്ത് ചെയ്യൂല, അനീതി കാണിക്കൂല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെറിയൊരു പൊടിയോളം എന്നൊക്കെ നമ്മൾ പറയണേ, നാടൻ ഭാഷയിൽ പറയുന്നത്. ഫതീൽ, നഖീർ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരാം. നിങ്ങൾക്ക് മരണത്തെ പേടിച്ചുകൊണ്ടാണല്ലോ യുദ്ധത്തിന് പോകാതിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു
ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിന് സ്ഥലമുണ്ടോ, കാലുണ്ടോ? അള്ളാഹുവിൻ്റെ ഓർഡർ എപ്പോഴാണുള്ളത്? അപ്പോൾ ആര് വരും? മരണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏത് മരണത്തിൽ നിന്നാണോ മനുഷ്യന്മാരെ നിങ്ങൾ പേടിച്ചോടുന്നത്, ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ. പേടിച്ചിട്ട് കാര്യമില്ല. മരണത്തെ പേടിക്കുന്ന ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? പേടിക്കണ്ടേ? പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മരണത്തെ പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മരണത്തെ പേടിച്ചാൽ പെട്ടെന്ന് മരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് മരണത്തെ പേടിയുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മരണത്തിന് സുഖമായി എന്ത് മരിപ്പിക്കാൻ. പേടിച്ച് മരിക്കുന്ന എത്ര ഉണ്ടെന്നോ? പേടിച്ച് മരിക്കുന്നവരില്ലേ? അതുകൊണ്ട് മരണത്തെ പേടിക്കണ്ട, കൂളായിട്ട് എന്ത് ചെയ്യുക, നിന്നാൽ മതി, സമാധാനത്തോടു കൂടി നിന്നാൽ മതി. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറയുന്നതേ, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും. സൂറ സജ്ജദയിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? മലക്കുൽ മൗത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നില്ലേ? ആയത്തിൻ്റെ തുടക്കം എങ്ങനെയാ? ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുൽ, അവരോട് പറഞ്ഞു കൊടുക്കുക നബിയെ, യതവഫാകും, നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. സംശയിക്കണ്ട. ആരാ മരിപ്പിക്കുക? മലക്കുൽ മൗത്ത്. അള്ളാഹ് നിയോഗിക്കുന്ന മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും. നിങ്ങൾ ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കും. മുഖ്യലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മരണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു ചുമതല ഏൽപ്പിച്ച മലക്കാണ് ആര്? മലക്കുൽ മൗത്ത്. വേറൊന്നും പറയണ്ട. അള്ളാഹ് പറഞ്ഞെന്താണ്? മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ പോകുന്ന അങ്ങോട്ടാണ്? നിങ്ങളുടെ റബ്ബിൻ്റെ അരികിലേക്കാണ് നിങ്ങൾ മടങ്ങി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും മരണത്തെ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ട് പഠിച്ചവൻ പറയാണ്, അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ഒരു കോട്ടയോ ഒരു കൊത്തളമോ ആർക്കും കയറിപ്പറ്റാൻ കഴിയാത്ത അത്ര ഭദ്രമായ ഒരു സ്ഥലമോ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അല്ല പറയണം, വലോ കുന്തും, നിങ്ങളായിരുന്നാലും ശരി, ഫീ ബുറൂജിൻ മുശയ്യദ. ബുർജിൻ്റെ ജമ്മാണെന്ത്? ബുറൂജ്. ബുർജ് ഖലീഫെ. അപ്പോൾ ബുർജ് അറിയപ്പോൾ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും അവർക്ക്. വലിയ വലിയ ടവറുകൾ, ഗംഭീരമായ കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ നിങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ടാലും, മുശയ്യദ, ശയ്യദ എന്ന് പറഞ്ഞാൽ കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള വലിയ കോട്ടകളിൽ ഭദ്രമായി നിങ്ങൾ കഴിഞ്ഞുകൂടാൻ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിലും മരണം നിങ്ങളുടെ അരികിലേക്ക് വരിക തന്നെ ചെയ്യും. وَإِن تُصِبْهُمْ حَسَنَةٌ يَقُولُوا هَذَا مِنْ عِنْدِ اللَّهِ. അതുകൊണ്ട് മനുഷ്യന്മാരായ നമ്മൾ എന്ത് ചെയ്യണം? മരണം വരുന്ന സന്ദർഭത്തിൽ മരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബ കിറാം റളിയല്ലാഹു അൻഹും റസൂലൊരു ഓർഡർ കൊടുത്താൽ മതി യുദ്ധത്തിന്, ഹയ്യ അലൽ ജിഹാദ് എന്നുള്ള ഒരു വിളംബരം ഉണ്ടായാൽ മതി. അവരെല്ലാവരും എന്ത് ചെയ്യും? റസൂലിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കും. അപ്പോൾ ശത്രുക്കൾ എന്താണ് മുസ്ലിങ്ങളുടെ ഈ ശക്തി, എന്താണ് മുസ്ലിങ്ങളുടെ ഈ വീര്യം? കാരണം എന്താ?
ഇപ്പോഴത്തെ സൈന്യങ്ങളൊക്കെ നോക്കുന്നു, ഓരോ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ തങ്ങളുടെ വരുമാനവും പണവും ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡിഫൻസ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെലവ് എന്താണ്? അടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇന്ത്യൻ്റെ അല്ല, ഏത് രാജ്യത്തിൻ്റെയും ചെലവ് ആരെ തീറ്റിപ്പോറ്റാനാ? നമ്മുടെ സൈന്യങ്ങളെ തീറ്റിപ്പോറ്റാനാണ്. അവർക്ക് വേണ്ട ട്രെയിനിങ്, അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടിയാണ്. റസൂലിൻ്റെ കാലത്തോ ട്രെയിനിങ് ഉണ്ടോ? പരിശീലനം ഉണ്ടോ? ഇങ്ങനെ പ്രത്യേകം യുദ്ധത്തിന് വേണ്ടി എന്നെ സജ്ജമാക്കിയിട്ടുള്ള ആയുധങ്ങളൊന്നുമില്ല. അവരോരോരുത്തരും ഓരോ ഷോയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഇങ്ങനെ ഹയ്യൽ സ്വലാ ഹയ്യൽ ഫലാ എന്നുള്ള വിളി പോലെ തന്നെ ഹയ്യൽ ജിഹാദ്. അപ്പോൾ അവരെല്ലാവരും വരികയാണ്. അവനവൻ്റെ കയ്യിലുള്ള വാളും കുന്തവും അമ്പും വില്ലും. ഇനി മൃഗങ്ങളുണ്ടാകും, ഒട്ടകങ്ങളുണ്ടാകും, കുതിരകളുണ്ടാകും. ഇതൊക്കെ അന്നത്തെ സജ്ജീകരണം, സൈന്യം എന്ന് പറഞ്ഞു. അപ്പം അന്ന് അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. പ്രത്യേകമായ പരിശീലനം, സജ്ജമാക്കപ്പെട്ടൊരു സൈന്യമൊന്നുമില്ല. എന്നാലും അവരെന്ത് ചെയ്യുന്നു? മരണഭയമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുന്നൊരു വിഭാഗമാണ് ഇവർ എന്നാണ് പറയുന്നത്. ശത്രുക്കളായ ആളുകൾ മുസ്ലിങ്ങളുടെ ഈ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അപ്പുറത്തു നിന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ടെൻറ്റിലേ. അപ്പോൾ കാണുന്നത് എന്താണെന്നോ? രാത്രി ഉറക്കമളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ. രാത്രി അവരെന്ത് ചെയ്യുന്നു? ഉറക്കം ഇളച്ചുകൊണ്ട് നിന്ന് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പകൽ സമയങ്ങളിലോ അവർ മരണത്തെ ഭയക്കാതെ യുദ്ധം ചെയ്യുന്നു. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയെങ്കിൽ, രക്തസാക്ഷിയായിരുന്നെങ്കിൽ എന്നാഗ്രഹം. ഇപ്പോൾ ഗസയിലൊക്കെ നോക്കുക നിങ്ങൾ, ഫലസ്തീനിലൊക്കെ പരിക്കിന് പറ്റിയാൽ എന്താ? അൽഹംദുലില്ലാ അല്ലാഹുക്ക് അവർ പറയുന്നത്. എന്തിൻ്റെ പേരിലാണ് ആ പാപം കുട്ടികളെയൊക്കെ ശരിക്ക് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? കൊടും ക്രൂരതയല്ലേ? വയോവൃദ്ധന്മാരെ, രോഗികളെ ആശുപത്രികൾക്ക് മുന്നിലൊക്കെ ബോംബിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്യാൻസറിന് മാരകമായ രോഗമാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർ നരകയാതന അനുഭവിക്കുകയാണ് ദുനിയാവ്. അവരെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് സുഖം കിട്ടാൻ വേണ്ടി ആകൂല. പിന്നെ അവർക്ക് ശരിക്കും പാലിയേറ്റീവാണ് അവിടെ അല്ലേ? സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയുള്ള താൽക്കാലികമായ സംഗതികൾ, വേദന കുറക്കാനുള്ള സംഗതികൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്? ബോംബിട്ട്. എന്ത് മനുഷ്യത്വം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരു ക്രൂരതയാണ്. മൃഗീയം എന്ന് പറയാൻ പറ്റൂല. മൃഗങ്ങളോടെങ്കിലും ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട് നിങ്ങൾ? പൈശാചികം എന്ന് പറയാം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും അതാ തകർന്നടിഞ്ഞ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കുട്ടികളിങ്ങനെ ചോരയൊലിക്കുന്ന ചരണം അനുഭവിച്ചുകൊണ്ട്, ചോരയിറ്റുന്ന ചരണങ്ങളോടെ അവർ പറഞ്ഞ് അവരോട് എന്തെങ്കിലും ചോദിക്കാൻ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. അവർക്ക് പ്രതീക്ഷ ഉണ്ട്. എവിടെയാ പ്രതീക്ഷ? മരിച്ചാണ് പോയാൽ വെറുതെ ആവുക. അതാണ് ശരിക്കും. അപ്പോൾ ജനങ്ങളെയല്ല പേടിക്കേണ്ടത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്. അവരാഗ്രഹിക്കുന്നത് രക്തസാക്ഷിത്വമാണ്, സ്വർഗമാണ്. ഈ ദുന്യവിയായ ജീവിതം ക്ഷണികമാണ്, നൈമിഷികമാണ്, അനശ്വരമായൊരു ലോകത്തുള്ള സുഖാനന്ദമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ആ പ്രകടനമാണ്. വഇൻ തുസിബുഹും ഹസനതുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്. ഇനി അവർക്ക് ഇങ്ങനെ ദുർബല വിശ്വാസികളായ ആളുകൾക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുകയാണെങ്കിൽ അവരെന്ത് പറയും? ഹസന എന്ന് പറയാൻ എന്താ? നന്മ, നേട്ടം, വല്ല ലാഭവും അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരെന്ത് പറയും? ഹാദിഹി മിൻ ഇൻദില്ലാഹ്. ഇതാരുടെ അരികിൽ നിന്നാണ്? അള്ളാഹുവിൻ്റെ അരികിൽ നിന്നാണെന്ന് പറയും. وَإِن تُصِبْهُمْ سَيِّئَةٌ يَقُولُوا هَذِهِ مِنْ عِنْدِكَ. ഇനി
അവർക്ക് നേട്ടത്തിന് പകരം വല്ല കോട്ടവുമാണ് ലഭിച്ചത് എങ്കിൽ, കേട്ടോ, നന്മയല്ല, അവർക്ക് എന്തെങ്കിലും ദോഷമാണ് പറ്റുന്നത്. ഹസന സയ്യിഅത്ത് ക്ലിയർ അല്ലേ? അല്ലേ? നിങ്ങൾക്ക് വല്ല സയ്യിഅത്തുമാണ് ലഭിച്ചത് എങ്കിൽ അപ്പോൾ അത് ആരിലേക്ക് ചേർക്കും? കണ്ടോ, നബി പറഞ്ഞിട്ടില്ല നിങ്ങൾ യുദ്ധത്തിന് പോയത്, അതുകൊണ്ടല്ല പോയി പരിക്കൊക്കെ പറ്റിയത്, അതുകൊണ്ടല്ല എൻ്റെ ഭർത്താവ് മരിച്ചത്, അതുകൊണ്ടല്ല എൻ്റെ മകൻ നഷ്ടപ്പെട്ടത്, അതുകൊണ്ടല്ല എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടത്. അത് ആരിലേക്ക് ചേർക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പറയുക, ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്. അവരോട് പറഞ്ഞു കൊടുക്കണം നബി, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും, നന്മയും തിന്മയും, നിങ്ങൾക്കുണ്ടാകുന്ന സുഖവും ദുഃഖവും ഒക്കെ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു, ഇപ്പോൾ മദീനയിൽ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ കഹത്ത് എന്ന് പറഞ്ഞാൽ ക്ഷാമം, വരൾച്ച, അവരുടെ ഭൗതിക ജീവിത സൗകര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരികയാണെങ്കിലോ, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതൊക്കെ അള്ളാഹുവിൽ നിന്ന് അല്ലാതെ മറ്റുള്ള ആളുകളിലേക്ക് ചേർത്തി പറയുന്നൊരു സമ്പ്രദായം പൊതുവെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം തിരുത്തുകയാണ്. വഇൻ തുസിബുഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ് വഇൻ തുസിബുഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. ഇൻദിക എന്ന് പറഞ്ഞാൽ നിന്റെ അരികിൽ നിന്നാണ്, നിന്റെ കാരണത്താലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഐ വഇൻ അസാബഹും ശിദ്ദത്തുൻ വജുഹുദുൻ ഖാലു ഹാദാ മിൻ ശുഅമി മുഹമ്മദിൻ അലൈന. മുഹമ്മദിൻ്റെ ദോഷം കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരാഗി പറയുന്ന അവസ്ഥ. ഈ ആയത്തിലൂടെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ്? മനുഷ്യന്മാർക്ക് എന്ത് ജീവിതത്തിൽ വരികയാണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് നന്മ ഉണ്ടാകണമെന്നാണ്, അല്ലേ? എല്ലാ കാര്യത്തിലും എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്? നമുക്ക് നന്മയുണ്ടാകണം. ഇനി എന്തെങ്കിലുമൊക്കെ ദോഷം നമുക്കുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വീഴ്ച കൊണ്ട്, നമ്മുടെ തകരാറ് കൊണ്ട്, നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇങ്ങനൊരു സംഗതി നൽകിയിട്ടുണ്ട്. എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് കൊടുത്തിട്ടുണ്ട്? മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യനെ മാത്രമാണ് കൊടുത്തത്. മലക്കുകൾക്ക് അതുണ്ടോ? ഇല്ല. പിന്നെ ജിന്നുവർഗത്തിനാണ് കൊടുത്തത്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീ വിൽ, ഇതാർക്ക് കൊടുത്തിട്ടുണ്ട്? മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതാണ് അവന് കിട്ടുക. അവൻ ദോഷം തിരഞ്ഞെടുത്താൽ പഠിച്ചോൻ്റെ ദോഷമാണ് ആണോ? അല്ല. അവൻ ഗുണം തിരഞ്ഞെടുക്കുന്നതിലൂടെ അവനെന്തുണ്ടാകും? ഗുണമുണ്ടാകും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു മശീഅത്ത് ആരുടേതായിട്ടുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതായി ഉണ്ടാകും. അത് തുടർന്ന് അടുത്ത ആയത്തുകളും കൂടി ഒന്ന് വായിക്കുമ്പോൾ ഈ ആശയം കുറച്ചുകൂടി നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നത് നോക്കൂ, ഫമാലി ഹൗലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസാ. ഫമാലി ഹൗലാഇൽ ഖൗം, ഈ ജനവിഭാഗത്തിന് എന്ത് പറ്റി എന്നാണ് പഠിച്ചോൻ ചോദിക്കുന്നത്. ഈ ജനവിഭാഗത്തിന് എന്ത് പറ്റി? ലാ യകാദൂന യഫ്ഖഹൂന എന്ന് പറഞ്ഞാൽ ലാ യഖിലൂന ഹഖീഖ, യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. യകാദൂന യഫ്ഖഹൂന, അവർ മനസ്സിലാക്കാറാകുന്നില്ല. ഹദീസ, ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്തമാനം അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാമത് വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം. ഖുർആനെക്കുറിച്ച് ഹദീസ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനെക്കുറിച്ച് ഹദീസ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി.
തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവിടെ അള്ളാഹു ഖുർആനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്? ഹദീസാണെന്ന് പറയും. ഹദീസ് പറഞ്ഞാൽ വർത്താനാണ്. ഇത് ആരുടെ വർത്താനാണ്? അള്ളാഹിൻ്റെ വർത്താനം, അള്ളാഹിൻ്റെ കലാമാന്ന് പറയുന്നില്ലേ, അതാണ്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഹദീസാണ് ആര് ഇറക്കി തന്നിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നിട്ടുള്ളത്. കിതാബൻ മുതശാബിഹൻ മസാനി, ആവർത്തിതങ്ങളായ വചനങ്ങൾ അതിലുണ്ട്, പരസ്പര സദൃശങ്ങളായ ആശയങ്ങൾ അതിലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ? തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന മാത്രയിൽ രോമാഞ്ചമണിയുന്നു. യഖ്ശഇറു എന്ന് പറഞ്ഞാൽ എന്താ? രോമാഞ്ചമണി. ഖുർആൻ കേട്ടാൽ സുമ്മ തലീനു ജുലൂദുഹും, പിന്നെ അവരുടെ തൊലികൾ പോലും അത് ലയിച്ചു ചേരും. വഖുലൂബുഹും, അവരുടെ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാവുകയും നമ്മുടെ മനസ്സ് മാത്രമല്ല തൊലികൾ പോലും ഖുർആനിൻ്റെ ആ ആശയത്തിൽ ലയിച്ചു ചേരുന്നു. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും, ഏതിലേക്ക്? ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിൽ വിലയം പ്രാപിക്കും. അങ്ങനത്തെ ഒരു കലാമ് ഖുർആനല്ലാതെ ഈ ലോകത്ത് വേറുണ്ടോ? ഇല്ല. അതാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. അവിടെ ഹദീസ് എന്നാണ് പഠിച്ചവൻ പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ വർത്താനാണ്, നമ്മൾ അള്ളാഹിൻ്റെ കലാമാണെന്ന് പറയുന്നില്ലേ. അള്ളാഹ് നമ്മളോട് വർത്താനം പറയാണ് ഖുർആനിലൂടെ. അപ്പോൾ ഖുർആൻ ഓതുന്ന ഒരാൾക്ക്, ഒരു വിശ്വാസിക്ക്, ഭക്തനായ ഒരാൾക്ക് തോന്നുന്നത് അവൻ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ആരുമായി സംവദിക്കുകയാണ്? നമ്മുടെ റബ്ബുമായി സംവദിക്കുക, നമ്മൾ റബ്ബുമായി സംസാരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി ഈ ടീമിന്? ഫമാലി ഹൗലാഇൽ ഖൗം, ഈ ജനവിഭാഗത്തിന് എന്ത് പറ്റി? ലാ യകാദൂന യഫ്ഖഹൂൻ, അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇത് ഗ്രഹിക്കാൻ അവർ സന്നദ്ധരാകുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഈ ആയത്തും കൂടി ഒന്ന് വിശദീകരിച്ചാൽ ആ പാരഗ്രാഫ് പൂർത്തിയായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നബിയെ നിങ്ങൾക്ക് നന്മയായിക്കൊണ്ട് എന്ത് തന്നെ ജീവിതത്തിൽ ഭവിക്കുകയാണെങ്കിലും, മാ അസ്വാബക മിൻ ഹസനത്തിൻ, നന്മയിൽ നിന്ന്, ഗുണകരമായതിൽ നിന്ന് താങ്കൾക്ക് എന്ത് തന്നെ ഭവിച്ചാലും അതാരിൽ നിന്നാണ്? ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നും. നബിയെ സംബോധന ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹ് പറയും. നേരെ മറിച്ച് നോക്കൂ, വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. ഇവിടെ ഖിതാബ്, സംബോധന ആരോടാണ്? നബിയോടാണ്. നബിയോടാണെങ്കിലും ആരോടൊക്കെയാണ്? ഖുർആൻ ഓതുന്ന എല്ലാവരോടും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി തിന്മയായി വല്ലതും ബാധിക്കുകയാണെങ്കിൽ, ദോഷകരമായി വല്ലതും നിങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിലേക്കാണ് ചേർക്കേണ്ടത്. ആർക്കാ ചേർക്കേണ്ടത്? ഫമിൻ നഫ്സിക്, അത് നിങ്ങളെ പണിയാണ്. എല്ലാത്തിനും ആരെ കുറ്റം പറയണ്ട. അത് 4-ാം വയസ്സിൽ എഴുതി, അല്ല 4-ാം മാസത്തിൽ എഴുതി വെച്ചല്ല, അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ. 4-ാം മാസത്തിൽ എന്താ എഴുതി വെച്ചെന്നറിയോ ആർക്കെങ്കിലും? ഖൈറും ഷർറും അല്ലേ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നന്മ മാത്രം നമ്മളതും തിന്മയൊക്കെ ആരുത് ഒക്കെ അള്ളാഹ് എഴുതി വെച്ചുകൊണ്ടാണ് എന്താണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകമായ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം തരാതിരിക്കായിരുന്നു എന്ന് ഖുർആനിൽ പറയണ്ടേ? ആ സൂറ സജദയിൽ തന്നെ പറയുന്നുണ്ട്.
അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഹിദായത്തിലാക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? അള്ളാഹ്ക്ക് കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നന്മ തന്നെ ചെയ്യുന്നൊരു ടീം, തിന്മക്ക് ഉള്ള വിചാരമില്ല, തോന്നലുമില്ല, മലക്കുകളെ പോലെ മനുഷ്യന്മാരെന്ത് ചെയ്യുക? നന്മ തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചക്കും കടവ് ഈ പള്ളിയൊന്നും മതിയാവില്ല കേട്ടോ. 5 നേരം ഇവിടെ മുസ്ലിങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എവിടെ ഉണ്ടാവും? വേണ്ടാത്തൊരു സംഗതി ഉണ്ടാവില്ല. പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം കച്ചറയും അതും ഇതും പാടിയും പിടിയും ഒന്നും നടക്കണില്ല. അങ്ങനെ ഒരു നാട് ഇപ്പോൾ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏരിയ. നിങ്ങളവിടെ പോയി വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ വലിയ വലിയ പള്ളികൾ, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. വേറെ വേണ്ടാത്തരങ്ങളൊന്നുമില്ല. രാത്രി സമയത്ത് സ്ത്രീകൾ, പർദ്ദട്ട സ്ത്രീകൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ. അങ്ങനെയുള്ള ഏരിയകളുണ്ടാവും. അങ്ങനെയുള്ള ഏരിയകൾ നശിപ്പിക്കാൻ ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ അവസ്ഥ കുറച്ച് മുമ്പ് എന്തായിരുന്നു? ലക്ഷദ്വീപിൻ്റെ നന്മകൾ, അതിൻ്റെ ചുറ്റും കാണുന്ന സൗന്ദര്യം പോലെ അല്ലേ, പവിഴപ്പുറ്റുകളും അതേപോലെ നല്ല ശുദ്ധമായ നിഷ്കളങ്കരായ മനസ്സുള്ള മനുഷ്യന്മാരാണ്. അങ്ങനെയുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതൊക്കെ തകർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കഴിയുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? വേറുള്ള സംഗതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മയക്കുമരുന്നും അതൊക്കെ ഇങ്ങനെ വ്യാപിപ്പിക്കുന്നത്. സാംസ്കാരികമായി തകർക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായ ഉന്മൂലനത്തെക്കാൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? സാംസ്കാരികമായ തുടച്ചു നീക്കലുകളാണ്. അതിനു വേണ്ടിയാണ് ഈ സംഗതികളൊക്കെ. അതൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യമാണ്. എല്ലാം പഠിച്ചോൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നിൽക്കണ്ട. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങൾ കൂടി. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്, നിങ്ങളുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിലുള്ളത് എന്ന് നിങ്ങളൊരു ആത്മവിചാരണയും പുനർവിചിന്തനവും നടത്തണം. അതില്ലാതാക്കണം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വറസൽനാക ലിന്നാസി റസൂല, നബിയെ ജനങ്ങൾക്ക് ഒരു ദൂതനായിക്കൊണ്ടാകുന്നു താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. വകഫാ ബില്ലാഹി ഷഹീദ, നിങ്ങളെ ഒരു ദൂതനായിക്കൊണ്ട് നിയോഗിച്ചു എന്നതിന് സാക്ഷിയായി ആരെന്നെ മതി? പഠിച്ചോന് ആരെന്നെ മതി? വേറെ സാക്ഷി ഹാജരാക്കേണ്ടതുണ്ട്. മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി അയച്ച ദൂതനാണ് അള്ളാഹിൻ്റെ റസൂൽ എന്നുള്ളതിന് വേറെ സാക്ഷിയൊന്നും വേണ്ട. ആരെന്നെ മതി? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരവാദിത്വം നിർവഹിച്ചാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. പ്രവാചകൻ്റെ അനുചരന്മാരെ മുഴുവൻ ഹജ്ജിന് കൊണ്ടുപോയി കേട്ടോ. അന്ന് പരമാവധി ആളുകൾ നബിൻ്റെ കൂടെ ഹജ്ജിന് പോയിട്ടുണ്ടല്ലേ. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുത്തെ അവസാനത്തെ ഉപദേശത്തിൽ പറഞ്ഞെന്താണ്? അലാ ഹൽ ബല്ലഗ്തും, അലാ ഹൽ ബല്ലഗ്തും, അലാ ഹൽ ബല്ലഗ്തും, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. അവർ മറുപടിയും പറഞ്ഞു. എന്ത്? ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, ഇന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത യാ റസൂലല്ലാഹ്, താങ്കളുടെ ഈ ദൗത്യം നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ഗുണകാംക്ഷയോടുകൂടി താങ്കൾ പെരുമാറിയിട്ടുണ്ട്, നസീഹത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, താങ്കളുടെ ഡ്യൂട്ടി അദ്ദൈത, കടമ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ആ സമൂഹം ഒന്നടങ്കം പറഞ്ഞു. പിന്നെ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ഞാൻ ഇവിടുന്ന് പോയാൽ ഇതൂടെ നിലനിൽക്കണ്ടേ? ഫൽയുബല്ലിഗ് ഷാഹിദ് മിൻകുമുൽ ഗായിബ്, ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നബിയുടെ ആ പ്രസംഗം ഉപദേശം കേട്ട സഹാബിമാരിൽ അധികം ആൾക്കാരും പിന്നെ അവിടെ തന്നെ കൂടുകയാണോ ചെയ്ത്? അവർ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്കും ദഅവത്തിന് വേണ്ടി യാത്ര പോയി. സഹാബിമാരുടെ മരിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ ഈ ദഅവത്ത് നിർവഹിക്കുകയാണ് അവർ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് കടന്നു പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന വീഴ്ചകൾ, പോരായ്മകൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫയും സൗഖ്യവും ശമനവും നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിലൂടെ മക്കളിലൂടെ അല്ലാഹു നമുക്ക് കൺകുളിർമയും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.